നമ്മൾ ഭക്ഷണം കഴിച്ചാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലർ കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ വണ്ണം വെക്കുകയില്ല. അതേസമയത്ത് ചിലർ കുറച്ചേ കഴിച്ചുള്ളെങ്കിലും അവർക്ക് നല്ല വണ്ണം, അത് ചെറുതായിട്ട് ഒരു ഭക്ഷണം കണ്ടാൽ തന്നെ വെയിറ്റ് കൂടുമെന്ന് പറയും. അത് നമ്മളുടെ ബോഡിയുടെ വ്യത്യാസം, അതായത് മൈറ്റോകോൺട്രിയ എന്ന് പറയും. നമ്മുടെ ഈ ഡാമേജ് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഓവർ വെയിറ്റിലേക്ക്. ഒരേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരു 2 മുട്ട അതിൻ്റെ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു മുട്ട കൂടുതൽ ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല. തലവേദന ഉണ്ടാക്കുന്ന ചില മരുന്നുകളുണ്ടെന്ന്. അപ്പോൾ ഈ മൈഗ്രെയിനൊക്കെയുള്ള ആളുകളുണ്ട്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണോ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്? നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡാമേജ്ഡ് സെല്ലിനെ മാറ്റി പുതിയ സെല്ലിനെ ഉണ്ടാവും. ഒരു ഡയറ്റ് ചാർട്ട് പറയുക ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഡയബറ്റീസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡയബറ്റീസ് മാറ്റാൻ പറ്റും പൂർണ്ണമായിട്ടും. ഒരു ദിവസത്തെ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മളൊരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഓരോരുത്തർക്കും ഒരു കറക്റ്റ് ഒരു ബോഡി പ്രപ്പോർഷൻ ഉണ്ടാവും. അപ്പം ഒരാളുടെ ബോഡിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജെൻസ് ആണെങ്കിൽ ഒരു 15% ഫാറ്റേ പാടുള്ളൂ. ലേഡീസ് ആണെങ്കിൽ അത് അപ് ടു 15 to 25 വരെ ആകാം. അപ്പം അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഓവർ വെയ്റ്റ് ഉള്ള ഒരാൾ ഡയറ്റ് നോക്കുന്നതും അണ്ടർ വെയ്റ്റ് ഉള്ള ഒരാൾ ഡയറ്റ് നോക്കുന്നതും നോർമൽ ആയിട്ടുള്ള ആൾ ഡയറ്റ് നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം വെയിറ്റ് തന്നെ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഒരേ വെയിറ്റ് ഉള്ള ഒരാളായിരിക്കും നന്നായിട്ട് ഒരു 2 മണിക്കൂർ പോയി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾ നന്നായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളും 70 kg ആണെന്ന് കൂട്ട്. അയാളുടെ വെയിറ്റ് 70 kg ആണ്, 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്, നന്നായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അയാളുടെ പ്രൊപ്പോർഷൻസ് ഒക്കെ കറക്റ്റ് ആകാം. അത്ര അന്നും നിർബന്ധമില്ല മിക്കവാറും. എന്നാലും നമ്മളുടെ ഇവിടുത്തെ കണക്കനുസരിച്ച് ഫാറ്റ് കൂടുതൽ വരാം. അപ്പം വെരി ഫിറ്റ് ആണെങ്കിൽ ഒരു 10 to 14% ഫാറ്റേ കാണുള്ളൂ. പക്ഷേ സെയിം ആൾ നമ്മളൊരു കമ്പ്യൂട്ടർ ടെക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു മീഡിയ പേഴ്സണാണ്, അവരൊന്നും വലിയ ഫിസിക്കൽ വർക്ക് വരുന്നില്ല. ഈ 70 kg ആണെങ്കിലും നമ്മളുടെ പ്രൊപ്പോർഷൻ തെറ്റിയായിരിക്കും ഇരിക്കുന്നത്. ഫാറ്റ് കൂടുതലായിരിക്കും, മസിൽ കുറവായിരിക്കും. അപ്പോൾ ഈ 2 പേർക്കും ഒരേ ഫുഡല്ല വേണ്ടത്. അപ്പോൾ കാലറി കൗണ്ട് നമ്മൾ നടക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ബേസിക്കലി കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഈ നട്ട്സും ഓയിലി ഐറ്റംസും ഈ പിന്നെ ധാന്യങ്ങൾ ഗോതമ്പോ മൈദ റവ ഒക്കെ വെച്ചുണ്ടാക്കുന്നതും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ കുറയ്ക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ചിലർ നമ്മൾ ഭക്ഷണം കഴിച്ചാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലർ കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ വണ്ണം വെക്കുകയില്ല. അതേസമയത്ത് ചിലർ കുറച്ചേ കഴിച്ചുള്ളെങ്കിലും അവർക്ക് നല്ല വണ്ണം, അത് ചെറുതായിട്ട് ഒരു ഭക്ഷണം കണ്ടാൽ തന്നെ വെയിറ്റ് കൂടുമെന്ന് പറയും. അത് നമ്മളുടെ ബോഡിയുടെ വ്യത്യാസം, അതായത് മൈറ്റോകോൺട്രിയ എന്ന് പറയും. നമ്മുടെ ഈ എനർജി ഉണ്ടാക്കുന്ന മൈറ്റോകോൺട്രിയ. അപ്പം മൈറ്റോകോൺട്രിയൽ ഇതിൽ ഡാമേജ് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഓവർ വെയ്റ്റിലേക്ക് ഒരേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും ഇത് പറ്റാതെ വരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ സ്റ്റോറേജ്, അത് മൊത്തം മെക്കാനിസംസ് തെറ്റുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ ഞാൻ റീൽസ് കാണുന്ന സമയത്ത് കണ്ടൊരു കാര്യമാണ് ഈ മുട്ട അധികം കഴിക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചിലർ മുട്ടയുടെ വെള്ള മാത്രമേ കഴിക്കൂ. യഥാർത്ഥത്തിൽ ഒരു ദിവസം ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കാൻ പറ്റണമെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് എത്ര മുട്ട വരെ കഴിക്കാം? മുട്ട കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ട ഒരു 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 2 മുട്ട വന്നു കഴിഞ്ഞാൽ ആവറേജ് സൈസുള്ള 2 മുട്ട കൂടിയ 100 ഗ്രാം ആയിരിക്കും. 100 ഗ്രാം മുട്ടയിൽ ഏകദേശം 15 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. പിന്നെ അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ട്. അതിനകത്ത് ആ യെല്ലോ ശരിക്കും വെരി ന്യൂട്രീഷ്യസ് ആണ്. യെല്ലോയ്ക്കകത്ത് ഫാറ്റാണ്, പക്ഷെ പലരും അത് ഒഴിവാക്കുന്നുണ്ടെന്ന്. അതിനകത്ത് കോളിൻ എന്നൊക്കെ പറഞ്ഞ പല വൈറ്റമിൻസും ഉണ്ട്. പക്ഷേ ഒരു 2 മുട്ട അതിൻ്റെ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു മുട്ട കൂടുതൽ ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല. കാരണം മൊത്തമായിട്ട് കഴിക്കുകയാണെങ്കിൽ. പിന്നെ ആൽബുമിൻ പ്രോട്ടീനിന് വേണ്ടി മാത്രമാണെങ്കിൽ വെള്ള മാത്രമായിട്ട് കഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഒത്തിരി പേർക്ക് മുട്ട അലർജി ആയിട്ട് കാണുന്നു, അതായത് ഇൻടോളറൻ്റ് ആയിട്ട് കാണുന്നു. ടെസ്റ്റ് നോക്കുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം മുട്ടയുടെ പ്രോട്ടീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ മുട്ട കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാണ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ കാണുന്നത് നമ്മളുടെ ഇവിടുത്തെ ഒരു നല്ല പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ പാലും മുട്ടയും അലർജിയോ ഇൻടോളറൻറ്റോ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് രോഗങ്ങളുണ്ടാക്കും. പിന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സാധനം നമുക്ക് ഹെൽത്തി ആയിട്ട് പറയുന്നതാണ് കറി വെക്കുന്ന പുട്ടും കടലയുടെയും കടല. അത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ ഏകദേശം ഒരു 15% അത് അലർജി ഉണ്ടാക്കുന്നുണ്ട് കടല. അപ്പോൾ അവർക്കത് കഴിച്ചാൽ കൊള്ളൂല. പിന്നെ നിലക്കടല നല്ലതായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് നല്ല പണിയൊക്കെ ചെയ്യുന്നവർക്ക് നിലക്കടല കഴിക്കുന്നത് നല്ലതാണ്. തേങ്ങയും നല്ലതാണ്. അതൊക്കെ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമല്ലേ. പക്ഷേ പണി ചെയ്യാതിരിക്കുന്ന ആൾ നിലക്കടലയും തേങ്ങയൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഫാറ്റായിട്ട് മാറി വരും. അപ്പം നമ്മൾ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടോ അതനുസരിച്ചുള്ള ഫുഡേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. മാം നേരത്തെ പറഞ്ഞിരുന്നു തലവേദന ഉണ്ടാക്കുന്ന ചില മരുന്നുകളുണ്ടെന്ന്. അപ്പോൾ ഈ മൈഗ്രെയിൻ ഒക്കെയുള്ള ആളുകളുണ്ട്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണോ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്? മൈഗ്രെയിൻ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇപ്പം നമ്മൾ പല പേഷ്യൻസിനും ഇപ്പം ഞാൻ കാണുന്ന പേഷ്യൻസ് മിക്കവാറും ഒരസുഖമൊന്നും ആയിരിക്കുമല്ലോ അവർക്കുണ്ടാകുന്നത്. അവർ വരുന്നത് ചിലപ്പം ബൈപ്പാസ് പറഞ്ഞു അത് ഒഴിവാക്കാനായിരിക്കും, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ഒഴിവാക്കാനായിരിക്കും, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിലേക്ക് കിഡ്നി ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങി അതിനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ആർത്രൈറ്റിസ് ആമവാദമായിരിക്കും. അപ്പം അസുഖങ്ങൾ പലതായിരിക്കും വരുന്നത്. പക്ഷെ അപ്പോൾ ഒരസുഖമൊന്നും ആയിരിക്കില്ല. ഈ ആമവാദമായിട്ട് വരുന്ന ആൾക്കും ഡയബറ്റീസും കാണാം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നമായിട്ടുള്ളവർക്ക് ഡയബറ്റീസ് ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, പ്രോസ്റ്റേറ്റ് കുറച്ചുകൂടെ പ്രായമായി ഒരു 50-60 വയസ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നം ഉണ്ടാകും. അപ്പം മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഞാൻ കണ്ടത് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഓരോന്നിനും മിക്കവാറും പേര് ഇപ്പം ഹാർട്ടിൻ്റെയൊക്കെ ബൈപ്പാസൊക്കെ പറഞ്ഞവരാണെങ്കിൽ 10-15 മരുന്നും കാണും, ഓരോന്നിനും കാണും. പ്രഷറിനൊരു 3-4 കാണും, ഡയബറ്റീസിനുണ്ടാവും, അതിൻ്റെ കൂടെ ഇൻസുലിൻ ഉണ്ടാവും. അപ്പം ഇതെല്ലാം നമുക്ക് ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നറിയാൻ ഇൻസുലിൻ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ സി പെപ്റ്റൈഡ് ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നവർക്കാണ് സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നോക്കണം. അതായത് ടൈപ്പ് 1 ആണോ 2 ആണോ എന്നറിയണം. ടൈപ്പ് 1ൻ്റെ കാരണം ഇൻസുലിൻ്റെ കുറവാണ്. അപ്പോൾ അവർക്ക് നമ്മൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തേ പറ്റുള്ളൂ. പക്ഷേ 90% ടൈപ്പ് 2-കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഇൻസുലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഡയറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ഇൻസുലിൻ ഡയബറ്റീസ് മെഡിസിൻ നിർത്താം. അപ്പോൾ നിർത്തി അയ്യോ ഇത്ര നാൾ ഞാൻ കഴിച്ചതല്ലേ ഇങ്ങനെയാണ് ഡോക്ടറെന്ന് പേടി പറയും പലരും. നമ്മൾ നിർത്തി വെച്ചിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ഷുഗർ നോക്കാമല്ലോ. അപ്പം ഷുഗർ നോക്കി ഷുഗർ നോർമലാണെങ്കിൽ നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. യൂഷ്വലി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ വിതിൻ 1 or 2 days, ചിലരൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ ഇപ്പം ഇൻസുലിനും എടുത്തും മരുന്നൊക്കെ നിർത്തിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ ഇപ്പം നോക്കുമ്പോൾ ചിലപ്പോൾ 200-250 ഉണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ ഏകദേശം 140 വന്നിട്ടുണ്ടാവും. അപ്പം അത്ര ഫാസ്റ്റാണ്. അതുപോലെ കൊളസ്ട്രോളിന് മരുന്നൊക്കെ ആണെങ്കിലും ഡയബറ്റീസിൻ്റെ മാത്രമേ ടൈപ്പ് 2-കാർക്ക് മാത്രമേ നമ്മൾ തുടങ്ങുമ്പോഴേ നമ്മൾ നിർത്തുള്ളൂ. പക്ഷേ ഷുഗർ നോക്കിക്കൊണ്ടാണ്. ഈവൻ ഈ പല പേഷ്യൻസ് ഈ ടൈപ്പ് 2 പേഷ്യൻസ് ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ ലെവലും കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 1 വീക്ക് ആകുമ്പോഴേക്കും ഇൻസുലിനും കുറഞ്ഞിട്ടുണ്ടാവും, ഷുഗറും കുറഞ്ഞിട്ടുണ്ടാവും. ഈവൻ HbA1c എന്നും പറഞ്ഞൊരു ടെസ്റ്റ് നോക്കും, 3 മാസത്തെ ആവറേജ് നോക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരാഴ്ച ആകുമ്പോൾ തന്നെ നോക്കും. അപ്പോൾ അതിലും കുറഞ്ഞിട്ടുണ്ടാവും. HbA1c പോലും 3 മാസമാണ് നമ്മൾ എടുക്കുന്നത്. HbA1c കുറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത്രയും സെൽസ് ഡാമേജ്ഡ് ആണ്. അപ്പോൾ HbA1c 10 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യനിലെ 10% സെല്ല് ഡാമേജ്ഡ് ആണെന്നാണ്. ബ്ലഡിലാണ് നോക്കുന്നത്, പക്ഷേ ഗ്ലൈക്കോസിലേഷൻ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഈ കറക്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഫുഡും എക്സസൈസും കൊടുത്ത് വരുമ്പോഴേക്കും ഈ സെൽസിനെ റീപ്ലേസ് ചെയ്യും. അതാണ് അതിൻ്റെ തിയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡാമേജ്ഡ് സെല്ലിനെ മാറ്റി പുതിയ സെല്ലിനെ ഉണ്ടാവും. അപ്പം സിംറ്റമാറ്റിക് ആണെങ്കിലും പലർക്കും ഒരാഴ്ച കൊണ്ട് തന്നെ ഭയങ്കര നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഉള്ളത് പോലെയല്ല. ശരിക്കും നമ്മൾ വരുന്ന ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്താൽ ഒത്തിരി കാലം എടുക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, വളരെ ഫാസ്റ്റാണ് റിസൾട്ട്. ഇപ്പോൾ മാം പറഞ്ഞു ചില ഫുഡുകൾ നമ്മളെ മടുപ്പിക്കും. ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടൊരാൾ ഇപ്പോൾ വർക്കിനൊക്കെ പോകുന്ന ഒരാൾ അവർ അത്രയും ഊർജ്ജസ്വലമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മടുപ്പുണ്ടാകാത്ത ഭക്ഷണങ്ങൾ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടോ? ഭക്ഷണങ്ങൾ മടുപ്പുണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ കൂടുതൽ ഭക്ഷണമാണ് നമ്മളെ മടുപ്പിക്കുന്നത്. ഓക്കെ,
ഇപ്പം നമ്മൾ രാവിലെ എല്ലാവരും പറയും ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന്. ഇപ്പോൾ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരുന്നാൽ നമുക്ക് ഉറക്കം വരില്ല. നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറ്റില്ല. എന്തായാലും ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് യൂഷ്വലി നമുക്ക് ആ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് വരുന്നതിന് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ കണ്ടിരുന്നല്ലോ മോഡിജിയെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലേ, അദ്ദേഹം 48 hours ഫാസ്റ്റിങ് കഴിഞ്ഞിട്ടാണ്. പക്ഷേ എത്ര എനർജറ്റിക് ആയിട്ടാണ് ഇരുന്ന്. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ഫുഡ് മതി. അപ്പം നമ്മൾ അഡൾട്ട് കൊച്ചു പിള്ളേർക്ക് വളരാനുള്ളത് വേണം, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് മതി. ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് എനർജിയുടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് ഇലക്ട്രോലൈറ്റ്സ് വേണം, വെള്ളം വേണം, ഓക്സിജൻ വേണം. ഓക്സിജനും വെള്ളവും ഇലക്ട്രോലൈറ്റ് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, ഈ 4 ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മളുടെ പല കാര്യങ്ങളിലും നമ്മളുടെ ഈ ബ്രെയിൻ ആക്ടിവിറ്റി. ഒരു സോഡിയം പൊട്ടാസ്യം പമ്പുണ്ട്, അത് വർക്ക് ചെയ്യണം. അപ്പം അതിന് വർക്ക് ചെയ്യണമെങ്കിൽ വേണ്ടത് സോഡിയം വേണം, പൊട്ടാസ്യം വേണം. വെരി ലോ ലെവൽ ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുള്ളൂ. ആ ഗ്ലൂക്കോസ് ഒരു ഈ ബ്രെയിനിൻ്റെ നെർവ് സെൽസിന് ഐദർ ഗ്ലൂക്കോസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കീറ്റോൺ ബോഡീസ് യൂസ് ചെയ്യാം. കീറ്റോൺ ബോഡീസ് നമ്മൾ ഫാസ്റ്റിംഗ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ആക്ടിവിറ്റിയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു വളരെ കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ വെള്ളം വേണം, ഇലക്ട്രോലൈറ്റ്സും വേണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൊണ്ടുവരാൻ കഴിയുന്ന ഏതെങ്കിലും ഫുഡ് റെക്കമെൻഡ് ചെയ്യാനുണ്ടോ? അതായത് ഇലക്ട്രോലൈറ്റ്സ് അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി. അതായത് ഒരു ഭക്ഷണത്തിൽ ഇതെല്ലാം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം വെള്ളത്തിന് നമുക്ക് വെള്ളം കുടിക്കാമെന്ന് വയ്ക്കാം, ഇലക്ട്രോലൈറ്റ്സ് കിട്ടണ്ടേ? അതുപോലെ 14 വൈറ്റമിൻസ് ഉണ്ട്, 14 മിനറൽസ് ഉണ്ട്. പിന്നെ പ്രോട്ടീൻ ആണെങ്കിലും അതിനകത്ത് തന്നെ എസെൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ് ഒരു 20 അമിനോ ആസിഡ്സ് ഉണ്ട്. അതിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാറ്റാണ്. അതിൽ തന്നെ 4 ടൈപ്പ് ഫാറ്റുണ്ട്. omega-3, omega-6, omega-9, സാച്ചുറേറ്റഡ് ഫാറ്റ്. ഈ എല്ലാത്തിനും എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഈ സാച്ചുറേറ്റഡ് ഫാറ്റിന് വേറെ വലിയ ബെനിഫിറ്റ് ഇല്ല. എനർജിക്ക് യൂസ് ചെയ്യാം, പിന്നെ കുറച്ചൊരു സ്റ്റോർഡ് ഫാറ്റായിട്ട് എനർജി യൂസേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനം omega-3യും 6ഉം ആണ്. അതാണ് നമ്മളുടെ എല്ലാ കൺട്രോളും വരുന്നത്. അപ്പോൾ omega-3 കൂടുന്നതനുസരിച്ച് നമ്മളുടെ ബോഡിയുടെ ഹെൽത്ത് കൂടിക്കൊണ്ടിരിക്കും. ഈവൻ ഓരോ സെല്ലുലാർ ലെവലിൽ നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആകുമ്പം നമുക്കറിയാമല്ലോ, ലീനായിട്ടിരിക്കുന്ന ആൾ മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ സെല്ലുലാർ ലെവലിൽ മോർ omega-3യും 6ഉം ആണ്. omega-3 ആണ് ഏറ്റവും ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്. അപ്പം മോർ omega-3 ഉള്ള സെല്ലുകൾ മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് ആ സെല്ലിന് പുറത്തേക്കും അകത്തേക്കും ഉള്ള കമ്മ്യൂണിക്കേഷനും ഈ വേസ്റ്റ് റിമൂവലും ന്യൂട്രീഷനുള്ളിലേക്ക് പോകാനും ഒക്കെ മോർ ഈസിയർ ആകും. അപ്പോൾ ഈ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ചെയ്യണം. അതിന് നമ്മൾ നമുക്കൊരു ഡയറ്റ്, ഇപ്പം ഒരു ഡയറ്റ് ചാർട്ട് പറയുക ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അയാളെ സ്റ്റഡി ചെയ്യണം, അയാൾക്ക് പറ്റിയ ഫുഡ് ഏതാണെന്നറിയണം. അപ്പം പിന്നെ ഈ omega-3, 6 ബാലൻസ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ, ഇപ്പം എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ചെയ്യുന്ന അതിന് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഡെവലപ്പ് ചെയ്ത് ആ ഫുഡ് പ്രത്യേകിച്ച് ഈ omega-3, 6 ബാലൻസ് കറക്റ്റ് ചെയ്ത് പിന്നെ അത് കൊടുക്കുകയും ചെയ്യും. അതുകൂടാതെ എന്ത് കഴിക്കണമെന്നുള്ളത് അവരുടെ ടെസ്റ്റിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഡയബറ്റീസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡയബറ്റീസ് മാറ്റാൻ പറ്റും പൂർണ്ണമായിട്ടും. മിക്കവാറും നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ മരുന്നൊന്നും ഫസ്റ്റ് ഡേ തന്നെ മരുന്ന് നിർത്തും. 3 months 4 months കൊണ്ട് അവിടെ HbA1c 5.5 എത്തിക്കണം. അപ്പം പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ചിലരൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എത്തും. 3 മാസമൊന്നും എടുക്കണ്ട ഇതിലേക്ക്. അത് ഓരോ ആഴ്ച നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 47-45 ഇയേഴ്സേ ഉള്ളൂ ഒരു ലേഡി, ഇപ്പോൾ ഈ റീസെൻറ്റ് വന്നതാണ്. അവർ ബ്രസ്റ്റ് ക്യാൻസറാണ് മെയിൻ പ്രശ്നം. അവർ പകുതി ഇത് നിർദ്ദേശിച്ചിട്ട് അവർ ഡയബറ്റിക്കാണ്. ഞാൻ ഡയബറ്റീസിൻ്റെ കാര്യം മാത്രം പറയാം. അവർ വരുമ്പോൾ 15.5 15.5 15.4 ആണ് HbA1c. നേരത്തെ ഇൻസുലിനൊക്കെ എടുത്തിട്ടിരുന്ന അവർ മൊത്തത്തിൽ ഡിപ്രഷൻ വന്ന് മരുന്നെല്ലാം അങ്ങ് നിർത്തി വെച്ചേക്കുക. 15.5 വരുന്നത്. അവർ ഒരാഴ്ച ആയപ്പോഴേക്കും അവരൊന്നും മരുന്നും എടുക്കുന്നില്ല. ഒരു സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും തന്നെ അവരുടെ ഷുഗർ വൈകുന്നേരം തന്നെ ആയപ്പോഴേക്കും ഷുഗർ നോർമലായെന്നാണ് എൻ്റെ ഓർമ്മ. 8ാമത്തെ ദിവസം ആയപ്പോഴേക്കും അവർ 15.4 13 പോയിൻ്റ് സംതിങ്ങിലേക്ക് വന്നു. 15th ഡേ ആയപ്പോഴേക്കും അത് 11
അത്രയൊന്നും ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് എക്സാക്ട്ലി ഐ ഡോണ്ട് റിമെമ്പർ. അല്ല, ആദ്യത്തേത് 15 14 വന്നു. പിന്നെ 15 ഒരാഴ്ചത്തെ ഡിഫറൻസിലാണ്. അവർ 1 മന്ത് ആയപ്പോഴേക്കും അവർ 11.1 എന്തോ ആയി. എത്ര ഫാസ്റ്റായിട്ടാണ് മാറുന്നത്. അവരുടെ ഷുഗർ ടോട്ടലി കൺട്രോളിലായിപ്പോൾ. ഒരു ദിവസം പോലും, ആകെ ഒരു ദിവസം അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറയും. ആ ഒരു ദിവസം മാത്രം ഒരു 160 എന്തോ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ക്യാൻസറും കൂടെ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റും കൂടെയാണ്. അതുകൊണ്ട് ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ഡയറ്റാണ് കൊടുക്കുന്നത്. അത് അവർക്ക് ഈ ക്യാൻസർ സെല്ലിന് വളരണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. അപ്പം ഫസ്റ്റ് തിങ് ഒരു ക്യാൻസറാണെന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോസാണ് കട്ട് ചെയ്യേണ്ടത്, അതായത് കാർബോഹൈഡ്രേറ്റാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഡയബറ്റിക് കൺട്രോൾ കൊടുക്കുന്നതിനേക്കാളും സ്ട്രിക്റ്റ് ഡയറ്റാണ് നമ്മൾ, ലോ കാർബ് ഡയറ്റാണ് ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. അതിന് HbA1c നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് 5.5 HbA1c കൊണ്ടുവരാനാണ്. പക്ഷേ ക്യാൻസർ പേഷ്യൻറ്റിനോടാണെങ്കിൽ കഴിയുന്നത് നമ്മൾ 5 താഴെ കൊണ്ടുവരാൻ പറയും. കാരണം അത്രയും ഗ്ലൂക്കോസ് കുറവാണ് അവൈലബിലിറ്റി എങ്കിൽ ക്യാൻസർ സെല്ലിന് വളരാൻ അത്ര എളുപ്പമാകില്ല. അതുകൊണ്ട് മാത്രം കംപ്ലീറ്റ്ലി ഇത് ചെയ്യാമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് കാണുന്ന നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ, ഈ പേഷ്യൻ്റ് തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അവർ പകുതിയായിട്ട് ട്രീറ്റ്മെൻറ്റ് അവരെ കൊണ്ട് കീമോതെറാപ്പി പറ്റാത്തത് കൊണ്ട് 4th സ്റ്റേജ്, ഞാൻ ഈ പറഞ്ഞ ഡയബറ്റിക് പേഷ്യൻ്റ് കാര്യം, ഒരു 4th സ്റ്റേജ് ഡയബറ്റിക് ക്യാൻസർ ആയിരുന്നു അവർ കണ്ടിട്ട്. അവർ 3-4 കീമോതെറാപ്പി എടുത്ത്, കീമോതെറാപ്പി കഴിഞ്ഞിട്ട് സർജറി ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ അവർക്ക് ഭയങ്കര ഡിസ്കംഫർട്ടുകളും എല്ലാം വന്ന് 4 എണ്ണം അവർ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സർജറി എന്ന് പറഞ്ഞിട്ട് അവരോട് വീണ്ടും ഒരു 4 കോഴ്സും കൂടി എടുക്കാൻ പറഞ്ഞു. അവരത് നിർത്തിപ്പോയി. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു പേഷ്യൻ്റ് കാര്യമാണ്. അപ്പോൾ അവരുടെ വരുമ്പോഴും അവർ ബ്രസ്റ്റ് സ്വെല്ലിങ് കുറഞ്ഞു. ഈ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് വരെ എടുക്കുന്നില്ല, അവരുടെ സ്വെല്ലിങ് ഇപ്പോൾ കുറഞ്ഞു, നന്നായിട്ട് കുറഞ്ഞു. ഇപ്പം ലാസ്റ്റ് നോക്കി, പിന്നെ ഇപ്പം 1 മന്തിൽ നോക്കിയിട്ടില്ല നമ്മൾ, സ്കാനിങ് നോക്കിയിട്ട് അവർ പെറ്റ് സ്കാനോ ഒന്നും ചെയ്യാൻ വില്ലിങ്ങല്ല. കാരണം അവരുടെ രക്തക്കുഴലിലൊക്കെ ഈ കീമോതെറാപ്പി എടുത്ത് ഒന്നും അവൈലബിൾ അല്ലെന്നായി, ഭയങ്കര പെയിനും എല്ലാം ഹാർഡൻ ചെയ്തു പോയി. അപ്പോൾ അത് കാരണം പെറ്റ് സ്കാനൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റേജല്ല. പക്ഷേ ഷീസ് ടോട്ടലി ഇപ്പം വെരി ഷുഗറും കൺട്രോളാണ്, ബ്രസ്റ്റിലെ സെല്ലിങ്ങിൻ്റെ സൈസും കുറയുന്നുണ്ട്. അപ്പം എല്ലാ ബ്രസ്റ്റ് ക്യാൻസറുകളും നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ ഏറ്റവും ഇഗ്നോർ ചെയ്യുന്ന ഏത് അസുഖത്തിനാണേലും, ക്യാൻസറിനാണെങ്കിലും ഡയബറ്റീസിനാണെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് കാണാം. ക്യാൻസർ പക്ഷേ അത്രയും നമുക്ക് പെട്ടെന്ന് എവിഡൻ്റ് അല്ലല്ലോ കാര്യങ്ങൾ. പിന്നെ നമ്മളെപ്പോഴും പെറ്റ് സ്കാൻ, നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കുന്ന പോലെ ചെയ്യാവുന്ന കാര്യമല്ല പെറ്റ് സ്കാൻ നോക്കുന്നത്. പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ വെച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിന് ഈ ബ്രസ്റ്റ് ക്യാൻസറും അങ്ങനത്തെ എവിഡൻ്റ്ലി നമുക്ക് നോക്കാവുന്നത്. അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. അൾട്രാസൗണ്ട് സ്കാൻ അതാണ്. അപ്പോൾ സൈസ് കുറയുന്നുണ്ടോ എന്ന് നമുക്ക് കാണാം. സൈസ് കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിന് സമാധാനമാണ്. പിന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സൊക്കെ, അതിന് കുറേ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ESR, HSCR, PCRP അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കുറഞ്ഞു വരുന്ന കാണുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് കംഫർട്ടബിൾ ആവും, അവരുടെ അസുഖം മാറുന്നു. അപ്പോൾ ഈ പേഷ്യൻറ്റ് അവർ ഭയങ്കര റിലാക്സ്ഡായി. ഷുഗർ മാറിയപ്പോൾ തന്നെ ഏതായാലും ഷുഗറിനൊരു ഗുണം കിട്ടുന്നുണ്ട്, ക്യാൻസറിനും ഗുണം കിട്ടുന്നുണ്ടെന്നുള്ളത്. പിന്നെ അവർ ബ്രസ്റ്റ് മുഴയാണല്ലോ, അത് അവരുടെ ആ ഫീല് തന്നെ ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ബോഡിയുടെ പവറിനെ, അതായത് നമുക്ക് ബോഡിക്കൊരു പവറുണ്ട്, ഒരു സെൽഫ് ഹീലിംഗ് പവറുണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മൾ അതിന് പകരം നമ്മൾ പുറത്തേക്കാണ് നോക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് നോക്കേണ്ടതിന് പകരം നമ്മൾ ഉള്ളിൽ ഉണ്ട്. ശരിക്കുള്ള ഡോക്ടർ ഉള്ളിലായിരിക്കുന്നത്. ഞാനോ ആശുപത്രിയിലിരിക്കുന്ന നമ്മളൊക്കെ ഡോക്ടേഴ്സ്, നമ്മൾ ശരിക്കും നമ്മളുടെ റിയൽ ഡോക്ടർ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ പല മരുന്നുകളും തന്നെ ഉപയോഗിക്കുന്നത്. അത് പലപ്പോഴും വളരെ ഇഫക്റ്റീവായി. പെയിൻ കില്ലേഴ്സൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യുക, അതിൻ്റെ ആ ഒരു ആസ്പെക്റ്റ് ബ്ലോക്ക് ചെയ്താണ്. എല്ലാ ഈ NSAIDയും എല്ലാം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ പെയിൻ കുറയ്ക്കാൻ അത് ആവശ്യമാണ്. പെയിൻ ഉള്ളപ്പം നമുക്ക് പറ്റില്ല, ഡെഫിനറ്റ്ലി അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ബാക്കി ആസ്പെക്റ്റിൽ നമ്മൾ ഈ കണ്ടിന്യൂസ്ലി ഈ മരുന്നുകളെടുത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്താൽ നമ്മൾക്കത് അറിവില്ലായ്കയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അറിവ് ഡോക്ടേഴ്സിനും സൈഡിലും ഇല്ല, പേഷ്യൻസിൻ്റെ സൈഡിലും ഇല്ല. അപ്പോൾ ഈ 2 കൂട്ടരും ബോധവൽക്കരണം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഡിസീസ്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പ്രശ്നങ്ങൾക്ക് ഏതാണേലും, ഡയബറ്റീസ് ആണേലും ഹാർട്ടിൻ്റെ ആണേലും ഇതിലൊക്കെ ആ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഡോക്ടർ. താങ്ക് യു വെരി മച്ച്.